അന്വേഷണം നടത്താനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് 1400-ലധികം ആളുകളുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധിച്ചിട്ടാണല്ലോ കേസെടുക്കുക എന്നുള്ളതല്ല. ആദ്യമേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വേറെ എന്ത് വേണമെന്ന് വരുന്നത്. എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക. അതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്. അവരത് നോക്കണം. അതിൻ്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പരിശോധിക്കാനുണ്ടോ നോക്കണം. പിന്നെ ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണം, കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരു നടപടിക്രമമല്ലേ നിങ്ങൾ പറയുന്നത്. ആദ്യമേ കേസെടുക്കുക, അതൊക്കെ നടപടിക്രമം അനുസരിച്ച് എന്താണെന്നൊക്കെ അവർ ചെയ്യും. എന്തായാലും തെറ്റായ കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാവും. അതിൻ്റെ കാര്യങ്ങളിൽ ആ റിപ്പോർട്ട് ഇത് അതത് വകുപ്പുകളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതങ്ങോട്ട് കൈമാറാൻ വേണ്ടി ഫയൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നടപടി കൃത്യമായി ഉണ്ടാകുന്നു എന്ന് ധനവകുപ്പ് അതിൻ്റെ തുടർച്ചയായിട്ട് ആ കാര്യം ഉറപ്പുവരുത്തും. നമസ്കാരം, പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പെൻഷനിൽ തട്ടിപ്പ് നടന്നിട്ടും ഇത്രയും നാൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു സർക്കാർ. CAG നൽകിയ കണക്കുകളും സർക്കാരിന്റെ കണ്ണ് തുറപ്പിച്ചില്ല. ഒടുവിൽ 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് തെളിഞ്ഞിട്ടും നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും കാണുന്നില്ല. ഏതാനും സർക്കാർ ജീവനക്കാരിൽ ഈ തട്ടിപ്പ് ഒതുങ്ങില്ലെന്നാണ് കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിൽ നിന്ന് പുറത്തുവന്ന വാർത്ത. കോട്ടയ്ക്കലിലെ 7ാം വാർഡിൽ മാത്രം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 42 പേരിൽ 38 അനർഹർ. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള മറ്റുള്ളവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്നതിന്റെ ഉദാഹരണം മാത്രം. എങ്ങനെ ഇവർ പട്ടികയിലെത്തി? ആരാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത്? ഇവരുടെ അപേക്ഷ തെറ്റെന്ന് പറയാത്ത ഉദ്യോഗസ്ഥർ ആരാണ്? ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുമ്പോൾ വിജിലൻസ് അന്വേഷണത്തിൽ എന്തെങ്കിലും പുറത്തു വരുമോ? സർക്കാരിന് ഈ തട്ടിപ്പ് തടയാനാവാത്തതിൽ ഉത്തരവാദിത്തമില്ലേ? പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പയൻ ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് ശ്രീ CB മുഹമ്മദ്, ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ശ്രീ T അസഫ് അലി എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ അസഫ് അലി, സർക്കാർ ജീവനക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ക്ഷേമ പെൻഷനിലെ ഈ തട്ടിപ്പ് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണല്ലോ ഇന്ന് കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത. അവിടെ 38 അനർഹരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആഡംബര വീടും ആഡംബര കാറുമുള്ള ആളുകൾ. അപ്പോൾ ഇത് ഈ സർക്കാർ ജീവനക്കാർ 1458 പേർ മാത്രം ചെയ്ത പ്രവൃത്തി, അത് കൂടുതലും ചിലപ്പോൾ ഭിന്നശേഷിക്കാരായിരിക്കാം. അവർക്ക് ജോലി കിട്ടിയപ്പോൾ ആ ഭിന്നശേഷി പെൻഷൻ അത് പിന്നീടും തുടർന്ന് പോവുകയായിരുന്നു. ഇതിന്റെ വ്യാപ്തി അത്രത്തോളമേ ഉള്ളൂ എന്ന രീതിയിൽ, അത്ര ഗൗരവമില്ലാത്ത രീതിയിലായിരുന്നുവല്ലോ കഴിഞ്ഞ ദിവസം സർക്കാരിൽ നിന്ന് വന്നിരുന്ന പ്രതികരണങ്ങൾ. പക്ഷേ അതൊന്നുമല്ല, ഇതൊരു വ്യാപക തട്ടിപ്പാണ്, ഇത് ആസൂത്രിതമായ ഒരു കുറ്റകൃത്യമാണ് എന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം മതിയാകുമോ? ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഇതൊരു ഓർഗനൈസ്ഡ് ഫ്രോഡാണ്. മാത്രമല്ല ഇതൊരു കണ്ടിന്യൂയിങ് ഒഫൻസാണ്. ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യമല്ല. 1 or 2 ആൾ വിചാരിച്ചാലും ഈ കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ല. ഇത് ശരിക്ക് ബീഹാറിലെ കന്നുകാലി കുംഭകോണ സ്കാമിന് സമാനമായ ഒരു കുറ്റകൃത്യമാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം പരിശോധിച്ചാൽ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? അനർഹരായ ആളുകൾ പെൻഷൻ പറ്റി. അനർഹരായ ആളുകൾ പെൻഷൻ പറ്റണമെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ BMW കാറുള്ളവർ, പ്രൊഫസർമാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ആഡംബര വീടുള്ള ആളുകൾ, ശീതീകരിച്ച വീടുകളിൽ താമസിക്കുന്നവർ, അവരെല്ലാം പെൻഷൻ തട്ടിപ്പൊക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കണമെങ്കിലുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1 ലക്ഷം വാർഷിക വരുമാനമുള്ളവരായിരിക്കണം. അപ്പോൾ 1 ലക്ഷം വാർഷിക വരുമാനം എന്ന് തെളിയിക്കണമെങ്കിൽ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ആ 1 ലക്ഷം ഈ ആഡംബര കാറുള്ള വ്യക്തികൾക്കും ശീതീകരിച്ച വീടുകളിൽ താമസിക്കുന്നവർക്കും 1 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനമെന്ന് കള്ളത്തരത്തിൽ വ്യാജരേഖയുണ്ടാക്കി സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഓതർ ആരാണ്? പിന്നെ ഇതിൻ്റെ വെരിഫിക്കേഷൻ നടത്തിയ ഉദ്യോഗസ്ഥൻ ആരാണ്? അവസാനം പെൻഷൻ എപ്രൂവ് ചെയ്യുന്ന ഈ വെരിഫിക്കേഷൻ റിപ്പോർട്ട് എപ്രൂവ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ആരാണ്? ഈ 3-4 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കും.
ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചതിയിൽ കൂടി സർക്കാരിന്റെ പണം തനിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ലഭിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാർ മാത്രമല്ലല്ലോ ശ്രീ ടി അസഫ് അലി, സർക്കാർ ജീവനക്കാർ മാത്രമല്ലല്ലോ, അതിനേക്കാൾ വ്യാപ്തി കൂടുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണമല്ലേ കോട്ടക്കലിൽ നിന്ന് കിട്ടുന്നത്? അല്ല, ഞാൻ എവിടെയാണ് വരുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥന്റെ സഹായമില്ലാതെ മറ്റുള്ളവർ ബെനിഫിഷ്യറിക്ക് ഇന്നെലിജിബിളായ ആളുകൾക്ക് ഇത് കിട്ടില്ല. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്റെ റോള് ഇതിൽ ഒരു വൈറ്റൽ റോളാണ്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥൻ ചതിയിൽ കൂടി സർക്കാരിന്റെ പണം തനിക്കോ മറ്റാർക്കെങ്കിലോ ലഭിക്കുന്ന ഏത് പ്രവൃത്തി ചെയ്താലും പഴയ IPC ഇപ്പോഴത്തെ ന്യായസംഹിത അതനുസരിച്ച് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ്. 7 വർഷത്തോളം തടവ് നൽകുന്ന ഒരു കുറ്റമാണ്. പിന്നെ അഴിമതി നിരോധന നിയമപ്രകാരം വെരി ക്ലിയർ ആണ് 13(1)A പുതിയ അമെൻഡ് ചെയ്തിരിക്കുന്ന നിയമം അനുസരിച്ച്. അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന വിജിലൻസ് എൻക്വയറി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള ആന്റി കറപ്ഷൻ ബ്യൂറോന്റെ ഒരു പ്രിലിമിനറി എൻക്വയറി അല്ല, അത് ധനകാര്യ വകുപ്പിന്റെ ഒരു എൻക്വയറിയാണ്. അങ്ങനെ അത് മതിയോ? ഇത്രയും വലിയ ഒരു ഓർഗനൈസ്ഡ് ക്രൈം, അതും ഇത്രയും കൂടുതൽ കോടിക്കണക്കിന് രൂപ ആരുടെയൊക്കെ അഗതികളായ അവിവാഹിതരായ ദരിദ്രരായ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കിട്ടേണ്ട സാമൂഹ്യക്ഷേമ പെൻഷൻ സമ്പന്നരായ കുലീനമായി ജീവിക്കുന്ന ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകൾ സർക്കാരിന്റെ ഒരു മെഷീനറി ഉപയോഗിച്ച് തട്ടിയെടുത്ത ഒരു കുറ്റം, ദാറ്റ് ഈസ് എ സീരിയസ് ക്രൈം. അതിനെ ആ പണം വസൂലാക്കാൻ വേണ്ടിയോ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി കൂടിയോ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പ്രിലിമിനറി എൻക്വയറി നടത്തി FIR ഇട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ച് പ്രോസിക്യൂട്ട് ചെയ്യണം. അല്ലാത്തടത്തോളം ഈ ഉദ്യോഗസ്ഥന്മാരെ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയിൽ കൂടി രക്ഷപ്പെടുത്തിയത് കൊണ്ടോ പണം കൈപ്പറ്റിയ ആളുകൾ പണം പലിശ സഹിതം തിരിച്ചടച്ചത് കൊണ്ടോ ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയിൽ സൂചിപ്പിക്കുകയുണ്ടായി, പണം അനർഹരായ ആളുകൾ തട്ടിപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് പണം വസൂലാക്കി അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും. അത് മാത്രമല്ല ഇവിടെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഒരു ബാങ്കിൽ ഇതുപോലൊരു തട്ടിപ്പ് നടന്നു, അല്ലെങ്കിൽ അതുപോലൊരു സാമ്പത്തിക സ്ഥാപനത്തിൽ തട്ടിപ്പ് നടന്നു, അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിന്നു. എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത സമ്പന്നരായ സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള സമ്പന്നന്മാർ അതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു സീരിയസ് ഒഫൻസ് ആണ്. സർക്കാർ ഒന്നും കണ്ടില്ല. ഞാനതാ പറഞ്ഞത്, ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണം ട്രഷറിയിൽ നിന്ന് അനധികൃതമായി കാലിത്തീറ്റയുടെ പേരിൽ പണം തട്ടിയെടുത്ത സംഭവമാണ്. 51 പേരെ ശിക്ഷിച്ചു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരിൽ പലരും ഇന്നും ജയിലിലാണ്. വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പശ്ചിമ ബംഗാളിൽ ഇതുപോലത്തെ ഒരു സ്കാം നടന്നു. അതുപോലെ ചൗദാല മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നതും അധ്യാപക നിയമനത്തിൽ വൻതോതിലുള്ള തട്ടിപ്പ് നടത്തിയതാണ്. അപ്പൊ സർക്കാരിന്റെ പണം, സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ക്രമവിരുദ്ധമായി തട്ടിപ്പിൽ കൂടി വ്യാജരേഖ ഉണ്ടാക്കി, കള്ളരേഖ ഉണ്ടാക്കി, ചതിയിൽ കൂടി വഞ്ചനയിൽ കൂടി പണം തട്ടിയെടുക്കുക എന്ന് പറയുന്ന കുറ്റകൃത്യം നടന്നിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സക്രിയമായ സമീപനം ഇല്ലാതിരിക്കുന്നത് നൽകുന്ന മെസ്സേജ് എന്താണ്? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ ടി അസഫ് അലി. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റ് അതിഥികളിലേക്ക് കൂടി. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, സർക്കാരിന് ഒട്ടും ഉത്തരവാദിത്തം ഇക്കാര്യത്തിൽ ഇല്ലേ? ഇതിപ്പോൾ സർക്കാർ ജീവനക്കാർ തനിക്ക് വേണ്ടിയും, അതായത് 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത്, അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ഒത്താശയോടുകൂടി ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള മറ്റുള്ളവർ, അതാണല്ലോ കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിലെ ആ 38 പേരുടെ ഉദാഹരണം. അവർ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരാണ്, പക്ഷേ അവിടെ വെരിഫയിങ് ഓഫീസറും വില്ലേജ് ഓഫീസറുമാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. വരുമാന സർട്ടിഫിക്കറ്റും അതിൽ വേണമല്ലോ. അവരുടെ അപേക്ഷ സ്ക്രൂട്ടിനി ചെയ്യുന്നത് വെരിഫയിങ് ഓഫീസർ VO. അപ്പോൾ ഇവരുടെ സഹായവും കിട്ടി. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും സർക്കാർ ജീവനക്കാരുടെ ഒത്താശ അവിടെ വരികയാണ്. ഇതിൽ സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായിട്ടാണ് ഇപ്പോ ഈ തരത്തിലൊരു ചർച്ച നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. അത് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതുണ്ട്. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 2018 അപേക്ഷ കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ ക്രൈറ്റീരിയയെ സംബന്ധിച്ച് ഒരു പരിശോധനയും നടക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞ 2018 ഒരാൾ അപേക്ഷ കൊടുത്താൽ അതിനുശേഷം അയാൾക്ക് 1000 cc കാർ കിട്ടിയാലോ
2 ഏക്കർ കൂടുതൽ വസ്തു കിട്ടിയാലോ ഒരു വലിയ വീട് വെച്ചാലോ 1 ലക്ഷം രൂപയ്ക്കുള്ള വരുമാനം ഉണ്ടായാലോ പരിശോധന നടക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. മസ്റ്ററിംഗ് ആണ് നടക്കുന്നത്. മസ്റ്ററിംഗ് എന്ന് ഈ പെൻഷൻ വാങ്ങുന്നയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന, അക്ഷയ സെന്റർ വഴി നടക്കുന്ന ഒരു പരിശോധന മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലാതെ ആദ്യത്തെ പ്രാവശ്യം അപേക്ഷ കൊടുക്കുമ്പോൾ വാങ്ങുന്ന നടപടിക്രമങ്ങളൊന്നും രണ്ടാമത് നടക്കുന്നില്ല. രണ്ടാമത് നടക്കുന്നത് മസ്റ്ററിംഗ് കഴിയുമ്പോൾ ഈ ലിസ്റ്റ് പഞ്ചായത്തിലെ ക്ഷേമകാര്യ സമിതിയുടെ മുമ്പാകെ ലിസ്റ്റ് എത്തും. ആ മസ്റ്ററിംഗ് കഴിഞ്ഞ ലിസ്റ്റ് എത്തും. അവിടെ ക്ഷേമകാര്യ സമിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ, ജനപ്രതിനിധികളായ ജനപ്രതിനിധികൾ അവരോരോ വാർഡുകൾ എടുത്ത് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സമിതിക്ക്, പഞ്ചായത്ത് സമിതിക്കായിരുന്നാലും മുനിസിപ്പൽ സമിതിക്കായിരുന്നാലും ആ സമിതി പരിശോധിച്ചാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യ ഘട്ടം കഴിഞ്ഞാൽ ഈ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിന്നെ ഒരു പങ്ക് ഇതിനകത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ്. ഇവിടെ 2-3 കൊല്ലം മുമ്പ് ആ വരുമാനം കുറഞ്ഞ സമയത്ത് വാങ്ങിയ പെൻഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വെക്കൊണ്ടിരിക്കുക. ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ DBT ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പണം നേരിട്ട് ചെന്ന് വാങ്ങാൻ കിട്ടാത്തവർക്ക് കുറച്ചു പേർക്ക് ഈ സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ കൊണ്ട് എന്നും കൊടുക്കാറുണ്ട്. പക്ഷേ ശ്രീ ജയചന്ദ്രൻ, അല്ലെങ്കിൽ ഇക്കാര്യമൊക്കെ CAG ചൂണ്ടിക്കാണിച്ചതാണ്. ഇവിടെ അനർഹർ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന കാര്യം CAG ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അത് സർക്കാർ ജീവനക്കാരുടെ കാര്യവും പറഞ്ഞിട്ടുള്ളതാണ്. ഉയർന്ന സാമ്പത്തിക വരുമാനമുള്ളവരും അങ്ങനെ കൈപ്പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയതാണ്. 2020 തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും എന്താണ് സർക്കാർ ഇങ്ങനെ കണ്ണടച്ചിരുന്നത്? അതുകൊണ്ട് അതിനുശേഷവും എത്രയോ കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നഷ്ടമാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നിഷ്ക്രിയത്വം പാലിച്ചത് സർക്കാരാണ്. എന്നിട്ടിപ്പോൾ ധനമന്ത്രി വന്നതെന്ന് പറയുകയാണ് നടപടി ഉണ്ടാകും. എന്ത് നടപടി? ആർക്കെതിരെ നടപടി? അല്ല, ഞാൻ പറഞ്ഞതാണ്, ഈ അന്വേഷണങ്ങളെ തെറ്റായ ദിശയിൽ കൊണ്ടുപോകാതിരിക്കണം. വേറെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം തലയിൽ വെച്ച് പോകുന്നത് ശരിയല്ല. ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, നടപടി ഉണ്ടാകുമെന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. എന്ത് നടപടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുവാനുള്ള ശുപാർശയും നൽകിയിട്ടുണ്ട്. ഇത് 4-5 വർഷം മുൻപ് തന്നെ സർക്കാർ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ഈ സേവന സോഫ്റ്റ്വെയറും അതുപോലെ സ്പാർക്ക് സോഫ്റ്റ്വെയറും താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ അവിടെ ഈ 1458 പേരുടെ ഈ ക്രമക്കേട് കണ്ടെത്തി. അതിപ്പോൾ വലിയ വാർത്തയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പുതുമയുള്ളൊരു കാര്യമല്ല. ഇത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യവും നേരത്തെ അറിവുള്ള കാര്യവുമാണ്. അന്നും പറഞ്ഞത് തന്നെയാണ് നടപടി ഉണ്ടാകുമെന്ന്. ഒന്നും ഉണ്ടായില്ല. ശ്രീ മഞ്ജുഷ്, ഇതില് പലപ്പോഴും ആൾക്കാർ വിരൽ ചൂണ്ടുന്നത് ഈ വ്യാജമായിട്ട് രേഖകൾ കൊടുത്തതിന് ശേഷം ഇങ്ങനെ അനധികൃതമായി പെൻഷൻ സമ്പാദിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ, അല്ലെങ്കിൽ പെൻഷനേഴ്സ് ആയിട്ടുള്ള സർവീസ് പെൻഷനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്ത് കൊടുത്തിരിക്കുന്ന മറ്റേ ഉദ്യോഗസ്ഥരെയൊക്കെ മാത്രം, അവർക്ക് നേരെ മാത്രമാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ അത് മാത്രമല്ല അവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. സർക്കാരാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുപ്രതി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വളരെ കൃത്യമായിട്ട് ഇത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ CAG ആണ് ആദ്യമായിട്ട് ഈ കാര്യം പുറത്തു കൊണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നില്ല. C&AGയുടെ വാർഷിക ഓഡിറ്റിന്റെ ഭാഗമായിട്ട് അവരിതിനെ കണ്ടെത്തുന്നു. 2020 മുതൽ ഇങ്ങോട്ട് ഇത് കൃത്യമായിട്ട് ഓരോ വർഷവുമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾ ഉൾപ്പെടെ C&AGയുടെ റിപ്പോർട്ടിലുണ്ട്. അതിൽ തന്നെ ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത അത് പല ഘട്ടങ്ങളിലായി പല രീതികളിലായി നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ സർവീസ് പെൻഷനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ മാത്രമല്ല ഇത് വാങ്ങുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കെ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ വിധവാ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾ തന്നെ ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ട്, അതായത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യ പെൻഷൻ സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ കൂടിയ നിരക്കിൽ വരെ കൈപ്പറ്റുന്നതായിട്ട് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് മേൽ ചില ഉത്തരവാദിത്തങ്ങൾ, ചില ഗൈഡ് ലൈൻസ് ഒക്കെ തന്നെ C&AG പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ വർഷവും ഈ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ പെൻഷൻ അർഹത പരിശോധിക്കണം. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. നിലവിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. കുറച്ച് വെരിഫൈങ് ഓഫീസേഴ്സ് ഉണ്ട്. ഫ്രഷ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് നോക്കുന്നു. ആ ഫ്രഷ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പോലും അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി പോലും അവർ പരിശോധിക്കുന്നില്ല. അപ്പൊ അത് ഇവിടെ ചെയ്യുന്നില്ല. റിമൈൻഡ് ചെയ്തതിന് ശേഷവും അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകൾ നിർബന്ധമായിട്ടും ആധാറുമായി ബന്ധിപ്പിക്കണം. അപ്പോൾ ആ ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ അറിയില്ല.
മൂന്നാമത് CNDG പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ഒപ്പം ഈ പെൻഷൻ തുക ഡിസ്ബേഴ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ റിക്കൺസിലിയേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും നൽകാത്ത പെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അൺഡിസ്ബേഴ്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടോ കൃത്രിമത്വം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സർവീസിലിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഒത്താശ ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പണം നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. അതുപോലും ഉണ്ടായിട്ടില്ല. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞ കാര്യം താങ്കളും അത് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു തവണ ഈ പട്ടികയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ പട്ടികയിൽ തുടരുവാൻ അവർക്ക് അർഹതയുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണല്ലോ വീണ്ടും ഒരു വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നടക്കുന്നില്ല. അതാണ് സർക്കാർ ജീവനക്കാർ ഉൾപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ, ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർ, അത് കാർ ഉള്ളവർ, അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീടുകൾ ഉള്ളവർ, ഇതൊക്കെ ഉള്ള ആളുകളും ആ പട്ടികയിൽ തുടരുന്നതിനെ കുറിച്ചാണ്. അത് ആരുടെ വീഴ്ചയാണ്? അത് സർക്കാരിന്റെ വീഴ്ചയല്ലേ? ജയചന്ദ്രൻ കല്ലിങ്കലിന് അത് സമ്മതിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ശ്രീ പണിക്കർ, അത് സർക്കാരിന്റെ വീഴ്ച തന്നെയല്ലേ? സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും പോകുന്നുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ ഉത്തരവാദി സർക്കാരല്ലാതെ മറ്റാരാണ്? നിശ്ചയമായും അത് സർക്കാരിന്റെ വീഴ്ചയാണ്. അത് ഞാൻ പറയുന്നതിന് കാരണം നമ്മളിവിടെ ഫൈനാൻഷ്യൽ എക്സസ് ഉള്ള ഒരു സംസ്ഥാനമല്ല, വളരെ സർപ്ലസ് ധനാവസ്ഥയുള്ള ഒരു സർക്കാരല്ല. നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും കടമെടുത്തിട്ട്, പലിശയ്ക്ക് കടമെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ നൽകുന്നത്. അതും എല്ലാ മാസവും കൃത്യമായിട്ട് പലപ്പോഴും കൊടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കടമെടുക്കുന്നു, അത് ഏത് എന്ന് നോക്കി എത്ര ഗഡുവാണോ കുടിശ്ശികയായിട്ടിരിക്കുന്നത് അതിലൊരു ഘട്ടം കൊടുക്കുക എന്ന രീതിയിലത്തേക്കൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചെയ്തു വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞതുപോലെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടുമായിരുന്നു എന്നല്ല, അവർക്കത് അർഹതപ്പെട്ട പൈസയാണ്. പക്ഷേ സർക്കാർ പിച്ചച്ചട്ടിയുമായിട്ട് പോയിട്ട് അവിടെ നിന്ന് പുറത്തു നിന്ന് കടം വാങ്ങി കൊണ്ടുവന്നിരിക്കുന്ന പണമാണ്. ആ പണമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ അനാവശ്യമായിട്ടുള്ള ലീക്കേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തടയുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അത് തടയുക എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന വെരിഫൈങ് ഓഫീസർമാരുടെ ഉത്തരവാദിത്തമല്ല, വില്ലേജ് ഓഫീസറുടെ ഉത്തരവാദിത്തമല്ല, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമല്ല, പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്തമല്ല. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ പണം കൊണ്ടുവന്നിട്ട് അത് ആരാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാകണം. അതായത് കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വന്നതിന് ശേഷം ഈ ആൾക്കാരുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ID നമ്പറോ ഇവരുടെ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോലും സാധിച്ചാൽ ഇവർ മുൻപ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം, 2021 CNDG ഓഡിറ്റിനകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 5 ആൾക്കാർ, നിലവിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ വീണ്ടും പുതുതായിട്ട് പെൻഷൻ അപേക്ഷിച്ചു. നമുക്കറിയാമല്ലോ അത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവരത് അപേക്ഷിച്ചു. അത് അപേക്ഷിക്കുന്ന സമയത്ത് വെരിഫൈങ് ഓഫീസർമാർ ഫീൽഡിൽ പോയി പരിശോധിച്ചതിന് ശേഷം ഇവരുടെ പെൻഷൻ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് എന്താണ്, അവർ ഓൾറെഡി പെൻഷൻ വാങ്ങുന്ന ആൾക്കാരാണ് എന്നതുകൊണ്ട് ഇത് റിജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരിത് റിജക്ട് ചെയ്യുന്നതിന്റെ കാരണം ഇവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയുണ്ട് എന്നും 1000 cc മുകളിലുള്ള വാഹനം ഇവർക്കുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ട് ഈ 5 ആൾക്കാർക്ക് ഇത് രണ്ടാമത് കൊടുക്കേണ്ട, അതായത് അവരുടെ പുതിയ ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. നേരെ മറിച്ച് അവർക്കൊരു 1500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് അല്ലെങ്കിൽ 1000 cc താഴെയുള്ള ഒരു വാഹനമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ 2 പെൻഷൻ കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള 2 പെൻഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് CNDG തന്നെ ഓഡിറ്റിൽ പറയുന്നത് ഒരാൾക്ക് തന്നെ നിലവിൽ 1-ലധികം പെൻഷൻ കിട്ടിയിരിക്കുന്നു. ശരിയാണ്. അത് മാത്രമല്ല ഈ 62 ലക്ഷത്തിന്റെ കണക്കൊക്കെ ഊതി വീർപ്പിച്ചതാണെന്ന് വ്യക്തമാവുകയില്ലേ? 62 ലക്ഷം പേർക്ക് ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഓരോ മാസവും എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുമ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ അതിലേക്കൊന്നും എത്തുന്നില്ല. അതിനിടയ്ക്കാണ് ഈ അനർഹർ അവിടെ ഇടം പിടിക്കുന്നത്. ഇതിൽ പറയപ്പെടുന്ന ഒരു കണക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് 42 ലക്ഷം ബെനിഫിഷ്യറീസ് ആയിരുന്നുവെന്നും അത് ഇപ്പോൾ 62 ലക്ഷമായി എന്നുമാണ്. അതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് എളുപ്പം വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇത് ബ്ലോട്ടഡ് ഫിഗേഴ്സ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് വലിയ വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പക്ഷേ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ഇതിൽ ചില പെൻഷനുകൾ, ഉദാഹരണത്തിന് വിവാഹം കഴിച്ചിട്ടില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്ന് പറയുന്നത് 50 വയസ്സിന് മുകളിലുള്ളതാണ്. അതേപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ എന്നൊക്കെ പറയുന്നതിനും അങ്ങനെയുള്ള പല പെൻഷനുകൾക്കും 60 വയസ്സിന് മുകളിൽ എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ ഏജ് ലിമിറ്റ് ഇല്ലാത്ത പെൻഷനുകളുമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പെൻഷനുകൾ, അതേപോലെ വിധവാ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഇല്ല. അപ്പൊ മുമ്പ് കിട്ടാതിരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ, അതിന്റെ ഒരു കൃത്യമായ രീതിയിലത്തേക്കുള്ള പരിശോധന നടന്നിട്ട് അർഹരായവർക്ക് തന്നെയാണോ അത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ബ്ലോട്ടഡ് ഫിഗേഴ്സ് ആണ്. പിന്നെ ശ്രീ മഞ്ജുഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നത് ഇത് 1-2 ആൾക്കാർക്കല്ല എന്നുള്ളതാണ്.
അതായത് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടിരിക്കുന്ന ഒരു കണക്കനുസരിച്ചിട്ട് ഏകദേശം 1500, അത് ഇതിനേക്കാൾ വളരെ മുകളിലേക്ക് പോകും എന്ന് മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ട്. അപ്പോൾ അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര മുകളിലേക്ക് പോകും? അത് കാണിക്കുന്ന സ്വഭാവം എന്താണ്? ഈ 1500 എന്ന് പറയുന്നത് പോലും കാണിക്കുന്ന സ്വഭാവം ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ് എന്നാണ്. അതല്ലാതെ ഒന്നോ രണ്ടോ ആൾക്കാർ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് സിസ്റ്റത്തിൽ കണ്ടുപിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ C&AG ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇത് പറഞ്ഞതിന് ശേഷവും അതിനെ കർബ് ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടികൾ ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ, പിന്നീട് ഇത്തരത്തിലുള്ള പെൻഷനുകൾ തുടർച്ചയായിട്ട് നൽകപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇത് ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും രീതിയിലേക്കുള്ള സ്വാധീന ശക്തി ഉണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കൽ ആകാം. അതല്ലാതെ കേവലം ഒരു ഉദ്യോഗസ്ഥൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറെയും സ്വാധീനിച്ച്, വെരിഫൈങ് ഓഫീസറെയും സ്വാധീനിച്ച്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും സ്വാധീനിച്ച്, സെക്രട്ടറിയെയും സ്വാധീനിച്ച് ഇത് കിട്ടുക എന്നൊക്കെ പറയുന്നത് സംഭവ്യമായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പിന്നെ പറ്റുന്ന എന്താണ്? രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറകിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ ചെലുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിർബന്ധിതരായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അപ്പോൾ അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ പോലും ഈ C&AG റിപ്പോർട്ടിലുണ്ട്. അതായത് തൃശ്ശൂർ ഭാഗത്തുള്ള 2 ആൾക്കാർ അവർ ഇതേപോലെ തന്നെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. ഈ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല, കാരണം അവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയുണ്ട്. അപ്പോൾ ഇവർ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ടുള്ള അർബൻ അഫയേഴ്സ് റീജിയണൽ ഡയറക്ടർക്ക് ഒരു അപ്പീൽ കൊടുക്കുന്നു. ഈ അർബൻ അഫയേഴ്സ് റീജിയണൽ ഡയറക്ടറും ഇത് പരിശോധിക്കുമ്പോൾ ഇവർക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്ന് കണ്ടിട്ട് ഇവർക്ക് പെൻഷൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് റിജക്ട് ചെയ്യുന്നു. അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? പുതിയ ആപ്ലിക്കേഷൻ ഫോമിൽ പുതുതായിട്ടുള്ള അപേക്ഷ നൽകി. അപേക്ഷ നൽകിയിരിക്കുന്ന സമയത്ത് നേരത്തെ ഇത് നിരസിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ അത് അപ്രൂവ് ചെയ്യുന്നു. വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അപ്രൂവ് ചെയ്യുന്നു. അവസാനം തൃശ്ശൂരിലെ കോർപ്പറേഷൻ സെക്രട്ടറി ഈ പെൻഷൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒപ്പുവെക്കുന്നതോടുകൂടി ഈ 2 പേർക്കും പെൻഷൻ കിട്ടുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുക? നേരത്തെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ കൂടി തന്നെയാണ് ഇത് കടന്നു പോയിരിക്കുന്നത് എങ്കിൽ ഈ ഗ്രൗണ്ടിൽ പോയിട്ട് ഇത് വെരിഫൈ ചെയ്യുന്നതല്ലേ? ഇവരുടെ വീടും മറ്റു കാര്യങ്ങളും ഇവരുടെ സാമ്പത്തിക ചുറ്റുപാടൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോകുന്ന ആൾക്കാരില്ലേ? അപ്പോൾ അവിടെ പോയിട്ടുള്ള ആൾക്കാരോ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ നേരത്തെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കൊടുക്കാൻ കഴിയില്ലായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ മിണ്ടണ്ട, ഒപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ പുതിയ വെരിഫിക്കേഷൻ ഓഫീസർമാരെ ഉപയോഗിച്ചതിന് ശേഷം ഇത് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ്. അല്ലാതെ നമ്മൾ ഈ ലളിതമായിട്ട് പറയുന്നത് പോലെ ഏതോ ഉദ്യോഗസ്ഥന്മാർ എവിടെ നിന്നോ ഇത് ശരിയാണ്, ഇത് ആസൂത്രിതമായ ഒരു തട്ടിപ്പ് തന്നെയാണ്. അതിന്റെ ഗൗരവത്തോടു കൂടി സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റായ ശ്രീ സിബി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സിബി, നിങ്ങളുടെ യൂണിയന്റെയും നിർദ്ദേശം ഇത് തന്നെയാണോ? ഈ പേര് വിവരങ്ങൾ പുറത്തുവിടണം. പക്ഷേ മന്ത്രി ഇപ്പോഴും പറയുന്നത് എന്താണ്? പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല. എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം സർവീസ് സംഘടനകൾ ഉന്നയിക്കുന്നത് എന്നാണ്. ശ്രീ മഞ്ജുഷ്, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ അതിന്റെ ഒരു ഉദാഹരണം കൃത്യമായി പറയുകയുണ്ടായി. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ്. അതിന് മുൻപേ അത് കിട്ടുക എന്ന് പറയുന്നത് വിധവാ പെൻഷനോ വികലാംഗ പെൻഷനോ ആണ് അത് കിട്ടുക എന്നുള്ളത്. 60 വയസ്സിന് മുകളിൽ ആളുകൾക്ക് ലഭ്യമാകുന്ന പെൻഷൻ അത് രണ്ടുമാണ്. അത് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ ഈ വിധവാ പെൻഷനോ അല്ലെങ്കിൽ വികലാംഗ പെൻഷനോ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിനുശേഷം ആ പെൻഷൻ കിട്ടിയതിന് ശേഷം അദ്ദേഹം സർവീസിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർക്ക് വന്നതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുനഃപരിശോധന ഇല്ലാത്ത ഘട്ടത്തിൽ അവർ സർവീസിൽ വന്നതിന് ശേഷം അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഈ പെൻഷൻ വാങ്ങിക്കുന്നതാകാം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഏറ്റവും കൂടുതൽ അതിനകത്ത് ജീവനക്കാരുടെ എണ്ണം പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പാണ്. ഏറ്റവും കൂടുതൽ ആളുകളുടെ തസ്തികകൾ പറഞ്ഞിട്ടുള്ളത് കുക്ക്, പാർട്ട് ടൈം സ്വീപ്പർ, അതുപോലെ അറ്റൻഡർ, സാനിറ്ററി അറ്റൻഡർ, ഇങ്ങനെയുള്ള തസ്തികകളുള്ള ആളുകളുടെ പേരാണ് ഈ ലിസ്റ്റിനകത്ത് തന്നെ വന്നിട്ടുള്ളത്. ഇവരിൽ പലരും PSC നിയമനം കിട്ടി സർവീസിലേക്ക് കടന്നു വരുന്നവരല്ല. പാർട്ട് ടൈം സ്വീപ്പർമാരുടെ നിയമനം എങ്ങനെയാണ്? അത് ആ സ്ഥാപനങ്ങൾ മേലധികാരികളാണ് നടത്തുന്നത്. ഇങ്ങനെ കടന്നു വരുന്ന ആളുകളിൽ പലർക്കും ചിലപ്പോൾ ഈ സർവീസ് വിഷയങ്ങളെ കുറിച്ച് ധാരണ തന്നെ ഉണ്ടാകണം എന്നില്ല. 2 പെൻഷൻ വാങ്ങിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പോലും ധാരണ ഉണ്ടാകണമെന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭ്യമാകുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കൊള്ളയടിക്കുന്നു. പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥർ കേരളത്തിലെ സാധാരണക്കാരനായ ആളുകളുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊപ്പഗൻഡ സൃഷ്ടിച്ചു വെക്കുകയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ജനങ്ങളെ കാർന്നു തിന്നുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ ഇരുട്ടിൽ നിർത്തുകയാണ്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ കേരളത്തിലെ മുഴുവൻ സർവീസ് സംഘടനകളും ആവശ്യപ്പെട്ടു, ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൂ. ആരൊക്കെയാണ് ഇങ്ങനെ സർക്കാരിനെ വഞ്ചിച്ച് പണം കൈക്കലാക്കിയത് ആരൊക്കെയാണെങ്കിലും അവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തൂ, ഡിപ്പാർട്ട്മെന്റുകൾ പ്രസിദ്ധപ്പെടുത്തൂ. അവരെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് അവർക്കെതിരെ എടുക്കാൻ പറ്റുന്ന എല്ലാ നടപടികളും ഗവൺമെന്റ് കൈക്കൊള്ളൂ. ഒരു സർവീസ് സംഘടനയും ഈ വിഷയത്തിൽ
ഇത്തരം പണം കൈക്കലാക്കി ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഉൾപ്പെടെ ഈ കേരളത്തിന്റെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ ജീവനക്കാർ ഈ സാധാരണക്കാരന്റെ പെൻഷൻ കവർന്നെടുക്കുന്നവരാണ്, ഇവർ കൊള്ളക്കാരാണ്, ഇവരെ സമൂഹത്തില് സാധാരണക്കാരന് ദോഷം ചെയ്യുന്നവരാണെന്നൊരു പ്രൊപ്പഗൻഡ ക്രിയേറ്റ് ചെയ്യുക. അതിനെതിരെ തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ ജീവനക്കാർ ആരെങ്കിലും, ഏതെങ്കിലും ഒരു ജീവനക്കാരൻ അറിഞ്ഞോ അറിയാതെയോ ഈ പെൻഷൻ കൈക്കലാക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുകയും അവർക്കെതിരെ അതിശക്തമായ നടപടി കൈക്കൊള്ളുന്നതിനും എന്റെ സംഘടന ഉൾപ്പെടെ എല്ലാ സംഘടനകളും അനുകൂലമാണ്. ഗവൺമെന്റ് അത് സംബന്ധിച്ച ഞങ്ങൾ പൂർണ്ണമായ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തണം. ഗവൺമെന്റ് ഇപ്പോഴും അതിന് തയ്യാറായിട്ടില്ല. പക്ഷേ ശ്രീ സിബി മുഹമ്മദ്, അതിന് ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് എന്താണ്, സർവീസ് സംഘടനകൾക്ക് ഇക്കാര്യം അറിയാമല്ലോ, പിന്നെ എന്തിനാണ് അവർ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന രീതിയിലാണ് മന്ത്രി ഇന്നും സംസാരിച്ചത്. അതിൽ ഇപ്പോൾ താങ്കൾ തന്നെ പറയുകയുണ്ടായി, കൂടുതലും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ്, അവർക്ക് ഈ സർവീസ് ചട്ടങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കുന്നവർ ആയിരിക്കില്ല. അത് നമ്മുടെ ഒരു ഊഹമാണ്. കൂടുതലും ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ് കൂടുതൽ പേരും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഉയർന്ന തസ്തികകളിൽ ഉള്ളവരും ആ പട്ടികയിലുണ്ട്. അതിൽ അവരുടെ ഗ്രേഡ് മാത്രമാണല്ലോ, അവരുടെ ജോലി മാത്രമാണ് എഴുതിയിട്ടുള്ളത്, അവരുടെ ഡെസിഗ്നേഷൻ എഴുതിയിട്ടുള്ളൂ, അവരുടെ പേര് എഴുതിയിട്ടില്ല ആ പട്ടികയിൽ. അതുകൊണ്ടാണല്ലോ പേര് വിവരം പുറത്തുവിടണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ അറിയാതെ ഈ പട്ടികയിൽ കടന്നുകൂടിയവർ, അങ്ങനെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ, അവരെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കേണ്ട എന്ന സതുദ്ദേശമായിരിക്കില്ലേ മന്ത്രിക്കുള്ളത്, സർക്കാരിനുള്ളത്? അതെങ്ങനെയാണ് ശരിയാ? ഒരു വെള്ളക്കാർഡ് ഉള്ള ഒരു ആൾക്ക് റേഷൻ കിട്ടാത്ത സ്ഥലമാണ് കേരളം. പക്ഷെ BMW ഉള്ളവർ ഇവിടെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരന് ഒരിക്കലും ക്ഷേമ പെൻഷൻ അർഹത അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ള അർഹത കേരളത്തിൽ BMW ഉള്ളയാൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിനെ അല്ല ഞാൻ പറഞ്ഞത്, സർക്കാർ ജീവനക്കാരുടെ കാര്യമാണ്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ, അവർക്ക് ഈ സർവീസ് ചട്ടങ്ങൾ അറിയാത്ത ആളുകൾ, അത് താങ്കൾ തന്നെ പറഞ്ഞ കാര്യവുമാണ്. പക്ഷേ അല്ലല്ല, ഈ BMW ഉള്ളവരും അതുപോലെ തന്നെ ആഡംബര വീടുകളുള്ളവരും അത് വേറെയാണ്. അത് കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്ന് വന്ന വാർത്തയാണ്. അത് സംസ്ഥാന വ്യാപകമായി ഉണ്ടെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും പരിശോധന നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായ വിഷയമാണ്. അത് സർക്കാർ ജീവനക്കാരുടെ സഹായത്തോടു കൂടി, അതാണ് ഈ വെരിഫയിങ് ഓഫീസർമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും സഹായത്തോടു കൂടി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സമ്പന്നർ, അത് അതീവ ഗുരുതരമാണ്. ഇതിനേക്കാൾ ഗുരുതരമായിട്ട് കാര്യങ്ങൾ മാറും. ഈ 1458 ഒതുങ്ങുകയില്ല. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. ഈ സർക്കാർ ഇപ്പോൾ പുറത്ത് വിടാതിരിക്കുന്ന പട്ടിക എന്ന് പറയുന്നത് ഇതാണല്ലോ, ഈ 1458 പേരുടെ. പക്ഷേ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച രീതി എന്താണ്? കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, ഉന്നത പദവികൾ വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ സാധാരണക്കാരന് ലഭിക്കേണ്ട സാമൂഹ്യ പെൻഷൻ കവർന്നെടുക്കുന്നു എന്ന് തന്നെയാണ്. മഞ്ജുഷ് ഒരു കാര്യം ഓർക്കൂ, 2 വർഷം മുൻപ് മാതൃഭൂമി പത്രം ഇതേ സെയിം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. അന്ന് അവർ പറഞ്ഞത് 2346 ജീവനക്കാർ അനർഹമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നാണ്. 2 വർഷം മുൻപ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി കൈക്കൊണ്ടു? എത്ര പേർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുത്തു? സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ ചെയ്തത്? ഇത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണ്ടേ? ജീവനക്കാരെ ബോധ്യപ്പെടുത്തണ്ടേ? 2 വർഷം മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത്ര ആളുകൾ ഉണ്ടായിരുന്നു, സർക്കാർ അത് പരിശോധിച്ചു, ഇത്ര ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ ഇത്ര ആളുകൾ അത് അനാവശ്യമായിട്ട് കൈകടത്തി അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയില്ല? അത് ശ്രീജിത്ത് പണിക്കർ അതൊക്കെ പറഞ്ഞു. CAG റിപ്പോർട്ടിനകത്ത് 2022 കൊടുത്തതിനകത്ത് 39 കോടിയോളം രൂപ അധികമായി അനർഹർ കൈപ്പറ്റിയിട്ടുണ്ടെന്നൊക്കെ CAG റിപ്പോർട്ടിൽ പറയുന്നതായിട്ട് പറയുന്നു. 17 മുതൽ 2021 വരെ ഏതാണ്ട് 39 കോടി രൂപ എങ്ങനെ അനർഹർ കൈപ്പറ്റിയതായി CAG റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അതിനെതിരെ സർക്കാർ ഇതുവരെ എന്ത് നടപടിയെടുത്തു? ശരിയാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ, അത് ന്യായമായ കാര്യമാണല്ലോ. താങ്കൾ നേരത്തെ പോകുന്നതുകൊണ്ടാണ് താങ്കളുടെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, അപ്പോൾ അല്ലല്ല, സർക്കാർ ഒരു നടപടി എടുത്തില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ പേര് വിവരം പറയാൻ സർക്കാർ ഭയക്കുന്നു എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ ശ്രീ ശ്രീജിത്ത് പണിക്കർ? അതിൽ എന്താണ് അതിന്റെ കാരണമായിട്ട് താങ്കൾ കാണുന്നത്? അല്ല, നോക്കൂ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആൾക്കാർ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആയിരിക്കാം എന്നാണ്. നമുക്കൊരിക്കലും സ്വന്തമായിട്ട് അപേക്ഷ കൊടുത്തതിന് ശേഷം നമുക്ക് തന്നെ ഇതിനെ അപ്രൂവ് ചെയ്തിട്ട് പെൻഷൻ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ അധികം ആൾക്കാർ ഇവിടെ ഉണ്ട്, കുറേ പ്രീ കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതുപോലെ 1 ലക്ഷം രൂപയിൽ കുറഞ്ഞ വാർഷിക വരുമാനമായിരിക്കണം, വില്ലേജ് ഓഫീസർ അത് സാക്ഷ്യപ്പെടുത്തി അത് നൽകിയിരിക്കണം, നമ്മുടെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടാകണം, നമ്മളുടെ അസറ്റുകളെ പറ്റി, മറ്റ് പെൻഷനുകളോ ശമ്പളമോ വാങ്ങുന്നില്ല എന്നുള്ള സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടാകണം. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ഇതിൽ പറയാനുണ്ട്. ആ ഫോം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇതാണ് സത്യം എന്നിരിക്കെ ഈ BMW പോലെ കാറുകളൊക്കെ ഉള്ള കുറേയധികം ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെല്ലാവരും തന്നെ ഈ സിസ്റ്റത്തിനെ കറപ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് മറ്റുള്ള ആൾക്കാരോട് ചേർന്നിട്ട് അവര്
ഗൂഢാലോചന നടത്തിയതിനു ശേഷം അതല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ 1457-58 പേരുടെ ലിസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അപ്രൂവൽ നടത്തിയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവിടുത്തെ വില്ലേജ് ഓഫീസർമാർ ആരൊക്കെയാണ്, ഏത് സമയത്താണ് ഇത് ചെയ്തിരുന്നത്, ആരൊക്കെയായിരുന്നു വെരിഫിക്കേഷൻ ഓഫീസർമാർ, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയ കാര്യങ്ങളും കൂടി പറയേണ്ടി വരും. അല്ലെങ്കിൽ അത് ഭാഗികമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇവർക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ മന്ത്രി പറയുന്ന ന്യായം തീരെ വാലിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇതിൽ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള പ്രശ്നമോ മറ്റെന്തെങ്കിലും കുഴപ്പമോ ഒക്കെ ഉണ്ടായിരിക്കാം, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രതിക്കൂട്ടിൽ നമുക്ക് നിർത്താൻ സാധിക്കില്ലല്ലോ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അന്വേഷിച്ചതിന് ശേഷമാണോ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു കേസ് വരുന്നു, ഒരു പ്രശ്നം വരുന്നു, ആ പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പേരെല്ലാം തന്നെ ശരി നമുക്ക് പിന്നെ പറയാം എന്ന രീതിയിലത്തേക്കാണോ ഗവൺമെന്റ് ആണെങ്കിലും തീരുമാനിക്കുക? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ, സർക്കാരിനെ വഞ്ചിച്ചിരിക്കുന്ന ആൾക്കാർ, സർക്കാരിന്റെ പണം കൊള്ളയടിച്ചിരിക്കുന്ന ആൾക്കാർ, അതും നമ്മൾ ഈ പറയുന്നത് പോലെ പണം സ്വന്തമായിട്ട് തനത് വരുമാന മാർഗങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയാതെ പുറത്തുനിന്ന് പലിശക്കെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന പണം അർഹരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അതിൽ തട്ടിപ്പറിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരിക്കുന്നത് ദേശവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് പ്രൊട്ടക്ഷനാണ് അർഹിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, വേറൊന്നും നമ്മൾ പറയണ്ട. സർവീസിൽ ഇരിക്കുന്ന ഒരാളിന് സർവീസ് ചട്ടങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുഴപ്പമാണ്. ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്ന ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ട് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായാലും ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡ് ആൾക്കാരായാലും ചീഫ് സെക്രട്ടറി തന്നെ ആയാലും അവർക്ക് അവരുടെ സർവീസ് ചട്ടങ്ങൾ അറിഞ്ഞിരിക്കണം. അതല്ല എങ്കിൽ നാളെ ഇവർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്ന സമയത്ത് അയ്യോ എൻ്റെ പൊന്നു സാറേ ഞാൻ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാണ്, എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യായമായിട്ട് നമ്മൾ കരുതുമോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അത് ന്യായമായിട്ട് കരുതുമോ? അതില്ല. അപ്പൊ ഇവരിത് സർവീസ് ചട്ടങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവർക്ക് ഒന്നിൽ കൂടുതൽ പണം പെൻഷൻ വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന സമയത്ത് പെൻഷൻ വാങ്ങാൻ പറ്റില്ല എന്നീ കാര്യങ്ങളെപ്പറ്റി ഇവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് കിട്ടിയിട്ടും ഈ മസ്റ്ററിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടും വർഷാവർഷം ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അത് ഇവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന സമയത്ത് അറിഞ്ഞില്ല എന്നിങ്ങനെ പറയാൻ കഴിയും. DBT അല്ലേ ഇത് ചെയ്യുന്നത്? അത് പലപ്പോഴും ചെറിയ തുകയാണെങ്കിൽ പോലും ഒറ്റയടിക്കല്ലല്ലോ വരിക. പലപ്പോഴും അത് എങ്ങനെയാ വരിക? പല മാസങ്ങളിലെ കുടിശ്ശിക ചേർന്നിട്ട് താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു തുകയായിട്ടാണ് വരിക. അപ്പൊ ഇത് എനിക്ക് അർഹതയില്ലാത്ത പണമാണ് എങ്കിൽ അവരത് ഫോർഫീറ്റ് ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെ ഫോർഫീറ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഇരിക്കുന്ന ഈ പണവും നമുക്ക് വാങ്ങിയെടുക്കാം, ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ക്രിമിനലുകൾ തന്നെയാണ്. അക്കാര്യത്തിൽ എന്താണ് സംശയം? ശരിയാണ്. പേരുവിവരങ്ങൾ പുറത്തുവിടാൻ പക്ഷേ സർക്കാർ മടിക്കുകയാണ്. ശ്രീ ടി അസഫ് അലി, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ അല്ല. പകുതിയോളം ആളുകൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണം കൈപ്പറ്റുന്നു. പിന്നെ ഏതാണ്ട് അത്രയും തന്നെ ആളുകൾ 23 ലക്ഷവും 25 ലക്ഷവും അങ്ങനെയാണ് ഒരു അനൗദ്യോഗിക കണക്ക് വരുന്നത്. വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതുമുണ്ടല്ലോ, സാമൂഹ്യക്ഷേമ പെൻഷൻ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു ബാങ്കുകൾ വഴി. അപ്പോൾ ഇതിലൊക്കെ ഒരു ആസൂത്രിതമായ ക്രൈം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മൂന്നാമത്തെ ആൾ കൂടി അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ഈ പണം ചോരുന്നത്, ക്ഷേമ പെൻഷനുകളിൽ ചോർച്ച വരുന്നത് അങ്ങനെയുള്ള ഇടനിലക്കാർ വഴിയാണ് എന്നുള്ള സംശയവും വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണവും വേണ്ടി വരില്ലേ? ഈ പറയുന്ന ആ പേരിലുള്ളവരിലേക്ക് തന്നെയാണ് പണം എത്തുന്നത് ഉറപ്പിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഈ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർ തന്നെയാണോ ഇത് മേടിക്കുന്നത്? അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന പദ്ധതി ഉള്ളത് കൊണ്ട് അതിനിടയിലും ഒരു ക്രൈം നടക്കുന്നുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ സംശയിച്ച് ആകെ ദുരൂഹമായ ഒന്നായി മാറുകയാണല്ലോ ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ. അപ്പോൾ സമഗ്രമായ അന്വേഷണം വേണ്ടിവരും, വിജിലൻസിന് പറ്റില്ല താങ്കൾ പറഞ്ഞതുപോലെ. ഇത് പെട്ടെന്ന് പുറത്തു വന്നൊരു വിവരമല്ല. CAG റിപ്പോർട്ട് നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ CAD പറയുന്ന 39.27 കോടി രൂപ അന്ന് ഉണ്ട്. എന്നിട്ട് പറയുകയാണ് ഈ ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ എണ്ണം 10,659 വരാം എന്ന് CAG അന്ന് തന്നെ ഒരു അലാറം ബെല്ലാണ് CAG നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഫ്രോഡ് സംസ്ഥാനത്ത് നടന്നിട്ട് അതും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതിനെക്കുറിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് സർക്കാർ ഇപ്പോൾ കിട്ടിയ ഒരു വിവരം പോലെ വളരെ മെല്ലെപ്പൊക്ക് നടപടി ആരംഭിക്കുന്നത് സർക്കാരിൻ്റെ ഇതിൽ നടപടി ഈ ഫ്രോഡ്സ്റ്റേഴ്സിനെ നേരിടാനുള്ള നടപടിയിലുള്ള ഒരു ആത്മാർത്ഥതയില്ലായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് പറഞ്ഞു ഈ പെൻഷൻ അപേക്ഷ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല. ഇവരെല്ലാം ഓരോ ആപ്ലിക്കൻറ്റും ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ ഇൻകം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയും അത് സ്വീകരിക്കുന്ന അതോറിറ്റിയും
അതിലൊരു ജയചന്ദ്രൻ കല്ലിങ്കൽ സാറാണ് പറഞ്ഞതെങ്കിൽ ശ്രീ ടി അസ്ബലി അദ്ദേഹം ഒരു തവണ ആ പട്ടികയിൽ വന്നതിന് ശേഷം ഈ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വെരിഫയിങ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം വന്ന് ഈ തദ്ദേശ ഭരണ സെക്രട്ടറിയിലേക്ക് ഈ അപേക്ഷ പോയി അവിടുന്ന് അംഗീകാരം കിട്ടിയതിന് ശേഷം പിന്നെ അടുത്ത വെരിഫിക്കേഷന്റെ കാര്യമാണ് ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ സൂചിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു റീവെരിഫിക്കേഷൻ ഉണ്ടാകുന്നില്ല, പക്ഷെ അത് വേണം. അല്ല, റീവെരിഫിക്കേഷൻ അല്ല, ഓക്കെ. ഞാനിപ്പോ ഒരു പെൻഷന്റെ ഒരു ആപ്ലിക്കന്റ് ആണെങ്കിൽ ഞാനൊരു ഇൻകം സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുന്നു. ആ ഇൻകം സർട്ടിഫിക്കറ്റ് സെൽഫ് ഡിക്ലെയർഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ആവില്ലല്ലോ, അതൊരു ഉദ്യോഗസ്ഥനല്ലേ നൽകുന്നത്. ആ ഉദ്യോഗസ്ഥൻ ഒരു സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ആ സർട്ടിഫിക്കറ്റിലുള്ള കാര്യങ്ങളെല്ലാം കളവാണെങ്കിൽ അത് എനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു ക്ലെയിമിന്റെ ഒരു ആധികാരിക രേഖയാകുമ്പോൾ അതിലൊരു ഫോർജറി ഉണ്ട്, അതിലൊരു തട്ടിപ്പുണ്ട്, അതൊരു ചീറ്റിംഗ് ഉണ്ട്. അവിടുന്ന് തുടങ്ങുന്നു ഇതിന്റെ ഒറിജിൻ. അതുകൊണ്ടാണ് ലോക്കൽ ബോഡിയാണ് ഈ ഫ്രോഡിന്റെ ആരംഭം തുടങ്ങുന്നത്. ലോക്കൽ ബോഡി സെന്ററിൽ വെച്ചാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആർക്കും തന്നെ പെൻഷൻ കൊടുത്തതായി ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇൻകം സർട്ടിഫിക്കറ്റിൽ നിന്നാണ് ഈ ഫ്രോഡിന്റെ തുടക്കം. പിന്നെ സർക്കാർ, ഈ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നു പേരുകൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സസ്പെക്റ്റിന്റെ പേര് മറച്ചു വെക്കാൻ ഏത് നിയമമാണ് അനുശാസിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാം, ഒരു സെക്ഷൽ അസോൾട്ട് കേസിലെ വിക്ടിമിന്റെ പേരാണെങ്കിൽ മറച്ചു വെക്കണം. അല്ലാതെ കുറ്റകൃത്യം ചെയ്ത ഒരു സസ്പെക്റ്റിന്റെ പേര് ഒരു കാരണവശാലും മറച്ചു വെക്കാൻ പാടില്ല. അത് മറച്ചു വെക്കുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണ്? ഇതിന് ഉത്തരവാദികളായ ഇത് CAG പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ജീവനക്കാരനെ CAG ആണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല, വർഷങ്ങൾക്ക് മുമ്പ് CAG നൽകിയ റിപ്പോർട്ടിലാണ് ഈ അന്വേഷണത്തിനെല്ലാം തുടക്കം അവിടുന്ന് ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ CAG പോലുള്ള ഒരു ആധികാരികമായ ഒരു ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റി ഇതിനെയെല്ലാം ഇൻഡിക്റ്റ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് നൽകിയിട്ട് ഗവൺമെന്റ് ഈ ഘട്ടത്തിൽ പോലും പറയുന്നു പേരുകൾ മാസ്ക് ചെയ്യണോ? പ്രതികളെ പേര്, സസ്പെക്റ്റിന്റെ പേര് മാസ്ക് ചെയ്യുന്നത് ഏത് വ്യവസ്ഥയാണ്? ആർക്ക് വേണ്ടിയാണ്? അതിന്റെ ലക്ഷ്യം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സർക്കാരിന്റെ ഉദ്ദേശം എന്താണ് എന്നത് നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്നതല്ലേ? ഇനി അഥവാ അവർ നിരപരാധിയാണെങ്കിൽ ലെറ്റ് ദം കം ഫോർവേഡ്, അവർ മുന്നോട്ട് വരട്ടെ. നമ്മളെ ഭാഗം ഇന്നതാണ്, നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതിന്റെ ബേസ് ഇതാണ്. അങ്ങനെ പറയാൻ അവർക്കൊരു അവസരമില്ലേ? അപ്പോഴും അവരുടെ പേര് വിവരങ്ങൾ മാസ്ക് ചെയ്യണം, അത് പുറത്തു പറയരുത് എന്ന് മന്ത്രി, അന്വേഷണം ഉത്തരവിടുന്ന മന്ത്രി തന്നെ പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതിയെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു വൈറ്റ് കോളർ ഫ്രോഡാണിത്, ഒരു എക്കണോമിക് ഫ്രോഡാണ്. ആ ഫ്രോഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംശയദൃഷ്ടിയിൽ നിൽക്കുന്ന ആളുകളെ പേര് വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? ആ എൻക്വയറി അവസരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെ പോലുള്ള ഉന്നത സ്ഥാനീയത്തിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ പേരുകൾ പുറത്തു പറയാൻ പാടില്ല എന്നൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആ അന്വേഷണത്തിന്റെ ഗതി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു എൻക്വയറി വിൽ സെർവ് നോ പർപ്പസ്. അത് ഒന്നും നേടാൻ പോകുന്നില്ല. അതൊരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിക്ക് കലാശിക്കുകയുള്ളൂ. ഇതൊരു വിജിലൻസിന്റെ പ്രിലിമിനറി എൻക്വയറി. കാരണം ഉദ്യോഗസ്ഥന്മാരെല്ലാത്ത ആളുകൾ വരെ ഈ കുറ്റകൃത്യത്തിന്റെ പരിധിയിലേക്ക് വരുന്നത് കൊണ്ട് വിജിലൻസിന്റെ പ്രിലിമിനറി എൻക്വയറിയും FIR-ഉം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും സംസ്ഥാന വ്യാപകമായി പടർന്നു കിടക്കുന്ന ഒരു ക്രൈം എന്ന നിലയിൽ ഇല്ലാത്തിടത്തോളം കാലം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. വിജിലൻസിന്റെ പരിശോധന എനിക്ക് തോന്നുന്നു കോട്ടക്കലിലെ മാത്രമാണ് തോന്നുന്നു കേട്ടോ. ശരി, ഈ വിജിലൻസിന്റെ പരിശോധന എന്ന് പറയുന്നത് കോട്ടക്കലിലെ ഈ ഫ്രോഡിന്റെ മാത്രമാണല്ലോ അല്ലെ? അതിനപ്പുറത്തേക്കൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതാണ് ഈ മന്ത്രിയുടെ പ്രസ്താവന കോട്ടക്കലിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് പോരല്ലോ, ശരിക്കും ഈ അന്വേഷണത്തിന്റെ ബേസ് ചെയ്യുന്നത് CAG-യുടെ റിപ്പോർട്ടല്ലേ? CAG-യുടെ റിപ്പോർട്ടിൽ അലാമിംഗ് ആണ് പറയുന്നത്. അലാമിംഗ് ഫിഗർ എന്നാണ് ഈ സർക്കാർ ജീവനക്കാരുടെ എത്ര ആളുകൾ വരും എന്നുള്ളത്. അതൊരു അലാമിംഗ് ഫിഗറാണ്. അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ ക്രൈമിലെ മുഖ്യ പ്രതിസ്ഥാനത്ത് വരാനിരിക്കുന്ന ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിക്കുന്ന ഇപ്പോഴും അവർക്ക് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഇമ്മ്യൂണിറ്റിയാണ് സർക്കാർ നൽകുന്നത്.
അപ്പൊ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട്, അത് നൽകുന്ന സന്ദേശം ശരി, എന്താണ്? ശ്രീ ജയചന്ദ്രൻ കല്ലിക്കൽ, ഇത് അങ്ങനെ ഒരു മാത്രമല്ല, ഇമ്മ്യൂണിറ്റി, ഇപ്പോൾ പുറത്തു ഒരു വന്നിരിക്കുന്ന സംരക്ഷണം ചെറിയ സർക്കാർ വിവരമാണ്. ജീവനക്കാർക്ക് നൽകുന്നതാണല്ലോ വന്നിരിക്കുന്ന മന്ത്രിയുടെ 10,000 പ്രസ്താവന. അല്ല, എനിക്ക് തോന്നുന്നത് ഈ ചർച്ച നടക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാരെ വെച്ചാണോ? കഴിഞ്ഞ ദിവസം ധനകാര്യ മന്ത്രി ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയത് ഇത് സർക്കാർ ജീവനക്കാരെ കരുതിക്കുട്ടി ആക്ഷേപിക്കുന്ന ഒരു ഫ്ലോട്ടിന്റെ ഭാഗമായിട്ടാണ്. 1458 വരെ പേര് മാത്രമാണ് സർക്കാർ ജീവനക്കാർക്ക്. അത് ഞങ്ങൾ ആ കാര്യത്തിന് അവരെ കുറ്റക്കാരനെ ശിക്ഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് അവരെ പേര് പുറത്തുവിടാൻ പറഞ്ഞത്. പക്ഷെ CAG പഴയ റിപ്പോർട്ടിൽ 9,000 സംതിങ് എന്നാണ്. അതാണ് TSF 10,000 എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് Nearly 10,000. സർക്കാർ ജീവനക്കാർ മാത്രമാണ് ഇതിന്റെ ഭാഗം. നിങ്ങൾ ആലോചിക്കണം, ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഒരു ഗ്രാമപഞ്ചായത്തിലെയോ നഗരസഭയിലെയോ കോർപ്പറേഷനിലെയോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വാർഡ് മെമ്പർ പരിശോധിക്കുകയാണ്. എന്റെ മുന്നിൽ ഇത്ര പേർക്ക് ഈ വർഷം പെൻഷൻ, ഈ വർഷം പെൻഷൻ കൊടുക്കാൻ പോകുന്നു. അവൻ ആരൊക്കെയാണ് നേരിട്ടറിയാം. അവരെന്തുകൊണ്ട് തടയുന്നില്ല? അപ്പൊ ഇതൊരു വലിയ ഇതിനകത്ത് വലിയൊരു നേരത്തെ പറഞ്ഞ വലിയ ഗൂഢാലോചന കാണും. അത് ഒരു സ്ഥലത്ത് മലപ്പുറത്ത് മാത്രമല്ല, സ്റ്റേറ്റിൽ മൊത്തം കാണും. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഇതിനെ കണ്ണട ചിരിട്ടാക്കരുത്. സർക്കാർ ജീവനക്കാരെ മാത്രം ലക്ഷ്യം വെച്ച് ചർച്ച കൊണ്ടുപോയി സർക്കാർ ജീവനക്കാരുടെ കുറവ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രഷായി ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ മാത്രമാണ് പരിശോധന നടക്കുന്നത്. ആ സമയത്താണ് ഈ ക്രൈറ്റീരിയകളെ സംബന്ധിച്ച്, ഈ കണ്ടീഷൻസിനെ സംബന്ധിച്ചുള്ള വെരിഫിക്കേഷൻ നടക്കുന്നത്. അതിനുശേഷം ഒഴിവാക്കപ്പെടുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചില പഞ്ചായത്ത് കമ്മിറ്റികൾ കൂടിച്ചേർന്ന് കുറച്ചുപേരെ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ആ ഒഴിവാക്കലിൽ പോലും ഒരു കൃത്യതയില്ല, രണ്ടാമതൊരു പരിശോധനയില്ല. മസ്റ്ററിങ്ങിൽ വെറും അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ഇനി ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതാണ്, സർക്കാർ ഖജനാവിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ചെലവും സോഷ്യൽ ആഡിറ്റിങ്ങിന് വിധേയമാക്കണം. ഒരു സാമൂഹ്യപരമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇവിടെ മന്ത്രി ഇന്നും പറയുന്നത് ആ ലിസ്റ്റ് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ്. ലിസ്റ്റ് പുറത്തുവിടാൻ എന്താണ് മടിക്കുന്നതാണ്? ലിസ്റ്റ് പുറത്തുവിടട്ടെ, അതിനകത്ത് തെറ്റുകാർ കണ്ടെത്തട്ടെ. ചിലപ്പോൾ അറിയാതെ നിരപരാധികൾ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അറിയാതെ പോയി മാസം തോറും 1,600 രൂപ ബാങ്കിൽ വരുമ്പോൾ മനസ്സിലാവണ്ടേ എനിക്ക് സർക്കാർ ശമ്പളം കിട്ടുന്നുണ്ട്, ഞാനിത് പറയേണ്ടതാണെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാവണം. അങ്ങനെ ചെയ്തില്ല, അപ്പൊ അവരെ കുറ്റക്കാരാണ്. ആ കുറ്റക്കാരാണെങ്കിൽ വെളിയിൽ വരട്ടെ എന്ന് തന്നെ പറയുന്നു. മറ്റൊരു വിഷയം, ഇതിനകത്ത് നമുക്ക് തോന്നുന്നത് ഈ വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. 1 ലക്ഷം രൂപയാണ് വരുമാനം. 1 ലക്ഷം രൂപ മാസം എന്ന് പറഞ്ഞാൽ 8,200 രൂപ അല്ലെങ്കിൽ 8,000 രൂപ 8,500 രൂപയ്ക്കകത്തുള്ള വരുമാനം, അത്രയൊക്കെ കൊണ്ട് ആർക്കും ജീവിക്കാൻ കഴിയൂ? അപ്പൊ ഈ ക്രൈറ്റീരിയകളിൽ ഇപ്പൊ പറഞ്ഞ ഈ ക്രൈറ്റീരിയകളിൽ തന്നെ പ്രശ്നമുണ്ട്. അല്ല, അത് മറ്റൊരു കാര്യമാണല്ലോ. നിലവിലുള്ള ക്രൈറ്റീരിയ വെച്ചല്ലേ പെൻഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ക്രൈറ്റീരിയ വന്നപ്പോൾ അതിലാണ് ഈ ഫോർഡ് നടത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, 2015 അപേക്ഷ വാങ്ങുന്നത്. അതിനുശേഷം 10, 8, 9 കൊല്ലം വീണ്ടും വാങ്ങുകയാണെങ്കിൽ അതിനിടയ്ക്ക് പരിശോധന ഇല്ല. ആ പരിശോധന ഇല്ലാത്ത കുഴപ്പമാണ്. ഈ സംവിധാനത്തിന്റെ പ്രശ്നമാണ്. ഈ സംവിധാനം കറക്റ്റ് ചെയ്യാതെ ഈ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവർ കുഴപ്പമാണെന്ന് അങ്ങനെ ഒരു ചർച്ച കൊണ്ടുപോകുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ റിപ്പോർട്ട് വന്ന സമയത്ത് അന്ന് സർവീസ് സംഘടനകൾ ഇക്കാര്യത്തിൽ ബോധവാന്മാരായിരുന്നില്ലേ ശ്രീ ജയചന്ദ്രൻ കല്ലിക്കൽ? അങ്ങനെ സർവീസ് സംഘടനകൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. നയപരമായ സർക്കാരിന്റെ കാര്യങ്ങളിലൊന്നും സർവീസ് സംഘടനകൾക്ക് ഇടപെടാൻ കഴിയാറില്ല. അതിനകത്ത് നമുക്ക് ചില നിർദ്ദേശങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്ന നമ്മൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതല്ലാതെ അത് ഉദ്യോഗസ്ഥർക്ക് യഥാർത്ഥത്തിൽ ധനകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അറിഞ്ഞുകൂടെ? ഇത്രയും രൂപ, കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ചിലവാകുന്നു, ഇത്രയും ലക്ഷം പേർക്ക് കൊടുക്കുന്നു, ഇവരെല്ലാം ഒരു പരിശോധന നടത്താതെ കൊടുക്കുന്നത് ധനകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവണ്ടേ? ആ സീനിയറായ IAS ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവേണ്ടി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലോ ഈ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോൾ എങ്ങനെയെല്ലാം പൈസ ലാഭിക്കാമെന്ന് ചിന്തിക്കുന്നവരാണല്ലോ. അപ്പൊ അവർക്കിത് മനസ്സിലാവുന്നില്ലേ? അപ്പൊ അതിനകത്തൊന്നും അങ്ങനെ ആർക്കും കൈയഴുകി മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. ഇതിനകത്ത് എല്ലാവർക്കും പങ്കുള്ള എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചും സമഗ്ര അന്വേഷണം നടത്തണം. അല്ല, അത് ജോലി കൗൺസിലിന് തുറന്നു പറയാൻ കഴിയുമോ ഇത് സർക്കാരിന്റെ വീഴ്ചയുണ്ടെന്ന്? സർക്കാരിന്റെ വീഴ്ചയില്ല, ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന രീതിയിലാണ് മന്ത്രി പറയുന്നത്. അതും അതിനെ ലഘൂകരിച്ച് കാണുന്നത് പോലെയാണ്. ഇത് അത്ര ഗൗരവമുള്ള കാര്യമല്ല എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി. പക്ഷേ ഇത് സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് ജീവനക്കാരുടെ വീഴ്ചയാണെങ്കിൽ ഈ നമ്മളിപ്പോ ചർച്ച കേൾക്കുന്നവർക്ക് മനസ്സിലാവും ജീവനക്കാരുടെ വീഴ്ചയാണോ. 5 കൊല്ലം മുമ്പ് കൊടുത്ത അപേക്ഷ 5 കൊല്ലം കഴിഞ്ഞ അയാളുടെ അവസ്ഥ മാറിയിട്ടും വീണ്ടും പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്ന ഈ സംവിധാനത്തിന്റെ പ്രശ്നമല്ലേ? അവിടെ എവിടെയെങ്കിലും പരിശോധന നടക്കുന്നുണ്ടോ? പരിശോധന നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ മാത്രം കുഴപ്പത്തിൽ ആണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചർച്ചകൾ വരുന്നത് അങ്ങനെ ശരിയല്ല. ഇത് പൊതുവിൽ വന്ന ഈ സിസ്റ്റത്തിനകത്ത് വന്നൊരു അപാകതയാണ്. അത് പരിഹരിക്കേണ്ടത് ഇവിടെ മാത്രമല്ല. ആലോചിക്കണം, എത്ര കോടിയാണ് നമ്മൾ കടമെടുക്കുന്ന പണം കൊടുക്കണം. സാധാരണക്കാർക്ക് ജീവിക്കാൻ വഴിയില്ലാത്തവർക്ക് 1,600 കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ ഇന്നിപ്പോ BMW കാർ ഉടമസ്ഥന്റെ പറയുന്ന ആളുടെ അച്ഛൻ, പിതാവ് ഒരു പത്രസമ്മേളനത്തിൽ ഒരു വാർത്താക്കുറിപ്പ് കണ്ടു. അദ്ദേഹത്തിന്റെ മകൻ ദൂരെയാണ് താമസിക്കുന്നത്, ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്, എനിക്കാണ്, അതുകൊണ്ടാണ് പണം വാങ്ങി. അതൊക്കെ ഒരു ഫ്ലിംസിയായ ന്യായങ്ങൾ മാത്രമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ക്രൈറ്റീരിയ കുറച്ചുകൂടി കർശനമാക്കുകയും ഇതിന്റെ എണ്ണം അർഹരായ ആൾക്കാർക്ക് മാത്രം കിട്ടത്തക്ക രീതിയിൽ പരിമിതപ്പെടുത്തുകയും വേണം. ഇതെനിക്ക് പറയാം. ശരി, പക്ഷെ നിലവിലുള്ള ഫ്രോഡിനെ കുറിച്ചല്ലേ അന്വേഷണം കൃത്യമായിട്ട് വേണ്ടത് ശ്രീ CB?
ഈ രീതിയിലുള്ള അന്വേഷണം മതിയോ? നിങ്ങളുടെ സംഘടനയുടെ നിലപാട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോളട്ടെ. ഈ കേരളത്തിലെ സാധാരണക്കാരായ സർക്കാർ ജീവനക്കാരുടെ അവസ്ഥ ഈ നിലവിലുള്ള അവസ്ഥ എന്താണ്? കേരളത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കും ജുഡീഷ്യൽ ഓഫീസേഴ്സിനും ഒക്കെ കുടിശ്ശികയില്ലാതെ കൃത്യമായി DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ 5.5 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ ജീവനക്കാർക്കും അധ്യാപകർക്കും 19% ഇവിടെ DA കുടിശ്ശികയാണ്. 12 ശമ്പള പരിഷ്കരണ കമ്മീഷൻ 12 ശമ്പള പരിഷ്കരണം വരേണ്ട സമയം കഴിഞ്ഞിട്ടും അതിനൊരു കമ്മീഷനും പോലും നിയമിക്കാത്തൊരു സാഹചര്യമാണ് ഇവിടെ. 64,000 കോടി രൂപ കേരളത്തിലെ ജീവനക്കാർക്ക് സർക്കാർ നൽകാനുണ്ട്, കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. ഒരു 4 മാസത്തെ ശമ്പളം ഒരു വർഷത്തിൽ ഓരോ ജീവനക്കാരനും നഷ്ടപ്പെടുന്ന വളരെ ഗുരുതരമായ സാമ്പത്തിക അവസ്ഥ കേരളത്തിലെ ഓരോ സർക്കാർ ജീവനക്കാരനും സാധാരണക്കാരായ ജീവനക്കാർ നേരിടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ജീവനക്കാർ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്താതിരിക്കാനും, അങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നാൽ സമൂഹം അവരെ ഒറ്റപ്പെടുത്തണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇത് നടന്ന സംഭവം തന്നെയാണ്. അതെ, അനർഹരായ ആളുകൾ ഇത്തരം സാധാരണക്കാരന് ലഭിക്കേണ്ട പെൻഷൻ കൈയടക്കുന്നു, അല്ലെങ്കിൽ പിന്നെ നേടിയെടുക്കുന്നു എന്ന് കവർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതിൽ സർക്കാർ ജീവനക്കാരുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ പ്രഖ്യാപനം എന്താണ് നടത്തിയത്? കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ആയ 1458 പേർ സാമൂഹ്യക്ഷേമ പെൻഷൻ കവർന്നെടുക്കുന്നു. അപ്പോൾ ആ 1458 പേരുടെ പേര് ഞങ്ങൾ പറയുകയുമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 5.5 ലക്ഷം ജീവനക്കാരനെയും അധ്യാപകരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്, ഈ പേരുകൾ പറയൂ, ഈ പേരുകൾ പൊതുസമൂഹം അറിയട്ടെ, ജീവനക്കാരറിയട്ടെ, ഇന്ന ആളുകളാണ് ചെയ്തത്, അവരിൽ നിന്ന് വിശദീകരണം തേടൂ, അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവർക്ക് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളൂ. അതിനൊന്നും ഒരു സംഘടനയും ഇവിടെ എതിരല്ല. പക്ഷേ കേരളത്തിലെ ജീവനക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനം ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായതിനെ ഞങ്ങൾ അതിശക്തമായി എതിർക്കുന്നു. ഒപ്പം ഇതിനെതിരെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കവർന്നെടുക്കുന്ന ജീവനക്കാരാണെങ്കിലും അല്ലാതുള്ള ആളുകളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ പേരുകൾ വെളിപ്പെടുത്തുകയും അവർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ സംഘടനയുടെ നിലപാട്. എല്ലാ സർവീസ് സംഘടനകളുടെ നിലപാട് അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ജീവനക്കാരുടെ അർഹമായ ആനുകൂല്യങ്ങൾ കൂടി സർക്കാർ സമയബന്ധിതമായി വിതരണം ചെയ്യണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയും. അല്ല, ഇതിപ്പോൾ ഈ സർക്കാർ ജീവനക്കാരുടെ മാത്രം പ്രശ്നമായി അവതരിപ്പിച്ചു എന്ന് താങ്കൾ പറയുകയാണ്. ഈ 1458 പേരുടെ കണക്ക് കിട്ടിയപ്പോൾ അത് പുറത്തുവിട്ടു എന്നതാണ്. അതിനുശേഷം ഇന്നു മുതൽ വരുന്ന വാർത്തകൾ മറ്റൊന്നുകൂടി ഉണ്ട്. അതിൽ ഇപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്ന് വന്നല്ലോ ആ വാർത്ത. അവിടെ ഒരു വാർഡിൽ തന്നെ 38 പേരുടെ കണക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഇത്തരത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വ്യാപ്തി ഇവിടെ നിൽക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് സർക്കാർ ജീവനക്കാർ മാത്രമായിരിക്കില്ല, മറ്റുള്ളവരുമുണ്ട്. 65 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മഞ്ജുഷ തന്നെ നേരത്തെ പറഞ്ഞു 50 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമാണ് അത് ലഭ്യമാകുന്നതെന്ന് പറയുന്നു. അതിൽ തന്നെ പകുതി പേർക്ക് നേരിട്ട് ആളുകൾ കൊണ്ട് വീടുകളിൽ പണം എത്തിച്ചു കൊടുക്കുന്ന രീതിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഈ അനർഹരായ ആളുകൾ ഒരുപാട് മേഖലകളിൽ ഇത് കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം വിശദമായ ഒരു റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഗവൺമെന്റിൽ നിന്ന് ധനമന്ത്രി അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇതിന് കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടിയേനെ. പക്ഷെ കിട്ടിയ പാടെ തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ തോളിലേക്ക് ഈ വിഷയം വെക്കാനാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടായെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഭരണാനുകൂല സംഘടനകൾ തന്നെ സർക്കാരിനെതിരെ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ സംഘടനകൾ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഭരണാനുകൂല സംഘടനകൾ കൂടി ഉന്നയിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ ജീവനക്കാരെ ഒരു ഭയത്തിന്റെ അവസ്ഥയിൽ നിർത്താൻ, അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താനെടുത്ത ഒരു മനഃപൂർവ്വ പ്രഖ്യാപനമായിട്ട് മാത്രമാണ് ഞാനതിനെ കാണുന്നത്. പക്ഷെ ഈ വിഷയത്തിൽ എന്റെ സംഘടനയ്ക്ക് ശക്തമായ നിലപാടുണ്ട്. തെറ്റ് ചെയ്ത ആരാണെങ്കിലും അങ്ങനെ സർക്കാർ മനഃപൂർവ്വം ഒരു നിലപാടെടുത്തു എന്ന് തന്നെയാണോ ജോയിന്റ് കൗൺസിലിന്റെയും നിലപാട്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പുറത്തുവിട്ട സമയവും ഒരു പരിശോധന കൂടാതെയാണ് സർക്കാർ ജീവനക്കാരെ മുഴുവനെ നിർത്താൻ വേണ്ടി പുറത്തുവിട്ടത് എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ആദ്യമേ ഉണ്ട്. അത് ഞങ്ങൾ ഗവൺമെന്റ് അറിയിച്ചിട്ടുമുണ്ട്. ഇത് കുറച്ചുകൂടി അവധാനതയോടുകൂടി പരിശോധിച്ച് ലാഘവ ബുദ്ധിയോടുകൂടി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയേണ്ട വിഷയമല്ല. ഇത് 1458 പേർ കുറ്റം ചെയ്തു എന്ന് പറയുകയും പേര് പുറത്തുവിടാതിരിക്കുകയും ബാക്കിയുള്ള എല്ലാവരെയും ഒരു മറയിൽ നിർത്തുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് ശക്തമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാർ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു സംഗതിയല്ല. ഇത് ഗവൺമെന്റ് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഈ ഘട്ടത്തിൽ
ഈ പണം എങ്ങനെയെല്ലാം അനാവശ്യമായി ഇത്തരം വഴികളിലൂടെ ചോരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു പഠനം കേരളത്തിൽ ഈ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ഉണ്ട്. അതെല്ലാം ഇപ്പോൾ പറയാൻ കഴിയില്ലാത്തത് പറയുന്നത്. അത് ഈ സംവിധാനത്തിന്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നന്നായി ഈ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും 1600 രൂപയിൽ എത്ര ഉണ്ട്, 400-ഉം 200-ഉം അതുപോലും വർഷങ്ങളായി കൊടുക്കാൻ കഴിയാത്ത സ്ഥലമാണ്. UDF കാലത്ത് ഒരു പൈസയും കൊടുത്ത് ഇത്ര മാസത്തെ കുടിശ്ശികയായിരുന്നു. അവിടെ ഗവൺമെന്റ് നന്നായി ഇടപെടുന്നുണ്ട്. ആ കാര്യം കാണാതെ പോരുത്. ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ തന്നെ അത്തരം ഗവൺമെന്റിന്റെ ഒരു ഈ വിഷയത്തിനകത്തുള്ള ഒരു സ്വീകാര്യതയെ നമ്മൾ ഇല്ലാതാക്കാനും പാടില്ല. ഗവൺമെന്റ് നല്ല കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞേ കഴിയുള്ളൂ. പക്ഷെ അതിനകത്ത് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി നമ്മുടെ സാമ്പത്തിക നിയന്ത്രിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും അത് നിയന്ത്രിക്കുന്ന മറ്റുള്ളവരും ഇക്കാര്യത്തിനകത്ത് ശ്രദ്ധ ഉണ്ടാകണം. ഈ പണം ഈ 62 ലക്ഷം പേർക്ക് കൊടുക്കേണ്ടതുണ്ടോ? അതിനകത്ത് അർഹരായവരാർക്കാണ്? ഓരോ വർഷവും അത് വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടതല്ലേ? ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനകത്ത് ഉൾപ്പെടെ ക്രൈറ്റീരിയ വെക്കുന്നതിനകത്ത് എങ്ങനെ ആർക്കൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ ഉള്ളതിനകത്ത് ഇപ്പൊ ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അക്ഷയ സെന്ററിൽ ചെന്ന് അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുത്താൽ 2ന്റെ അന്ന് തന്നെ കൊടുക്കണമെന്നുള്ള നിർബന്ധത്തിൽ ആൾക്കാർ ബുദ്ധിമുട്ടിക്കും, ഇല്ല ശ്രമം കൊടുക്കും. ഇതൊക്കെ ഒരു വലിയ അന്വേഷണം നടക്കുന്നില്ല. യാഥാർത്ഥ്യമാണത്. ആ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനകത്ത് പോലും ഒരു കൃത്യമായ അന്വേഷണം നടത്താനുള്ള സാവകാശം ഈ റവന്യൂ ഉദ്യോഗസ്ഥർ കിട്ടാറില്ല. അത് അവരുടെ കുഴപ്പം കൊണ്ടാന്ന് പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയും അതും ഒരു വലിയ തെറ്റാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ വളരെ ഗാഢമായി വളരെ കൃത്യമായി പരിശോധിച്ച് ഇതിനെ സംബന്ധിച്ചുള്ള ക്രൈറ്റീരിയകളിലൊക്കെ മാറ്റം വരുത്തി ഒരാൾ പോലും അർഹമായി വാങ്ങാത്ത രീതിയിൽ ഇത് ലൂപ്പ് ഹോൾ അടച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാക്കി മാറ്റണം. അത് ഗവൺമെന്റ് ഭരിച്ചാലേ നടക്കുള്ളൂ, ഉദ്യോഗസ്ഥർ ഭരിച്ചാൽ നടക്കില്ല. ശരി ശരി ശ്രീ ടി അസഫ് അലി, ഇതിന് മാർഗനിർദ്ദേശങ്ങളൊക്കെ പരിഷ്കരിച്ച് ഉപയോഗപ്രദമായ രീതിയിൽ തന്നെ ഈ ക്ഷേമ പെൻഷനിൽ ചോർച്ച ഉണ്ടാകാത്ത രീതിയിൽ നടപ്പിലാക്കണമെന്ന് ജോയിന്റ് കൗൺസിലിനെ പോലെയുള്ള ഭരണാനുകൂല സംഘടനകൾ എന്ന് തന്നെ പറയാം. ജോയിന്റ് കൗൺസിൽ അങ്ങനെയാണ്. പക്ഷേ അവർ ഇത് സർക്കാർ ജീവനക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതുപോലെ ആയിപ്പോയി എന്നതിൽ ജോയിന്റ് കൗൺസിലിനും എതിരഭിപ്രായമില്ല. SCUവിനും ജോയിന്റ് കൗൺസിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സർക്കാർ ജീവനക്കാരെ പ്രതിക്കൂട്ടിലാക്കുന്നത് പോലെയായി എന്ന കാര്യത്തിൽ അവർക്കും മറ്റൊരു അഭിപ്രായമില്ല. അങ്ങനെ തന്നെയാണെന്നാണ് SCU പ്രതിപക്ഷ സംഘടനയാണല്ലോ, അവർക്കും അതേ അഭിപ്രായം തന്നെയാണ്. മറ്റു സർവീസ് സംഘടനകളും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. താങ്കൾ പക്ഷേ അങ്ങനെ കരുതുന്നുണ്ടോ ഈ സമയം സർക്കാർ ജീവനക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു ഉദ്യമം നടത്തിയെന്ന്? അങ്ങനെ ടാർഗറ്റ് ചെയ്തു എന്ന വാക്കിലെല്ലാം പറയുന്നത് അതിനകത്തൊരു അല്പം അവധാനത കുറവുണ്ടാക്കി എന്നുള്ള നമ്മൾ ഒരു ജനറൽ ആയിരിക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള ഒരു അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കൈപ്പടയും സീലോടുകൂടി ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ഉദ്യോഗസ്ഥനാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇവിടെ ചർച്ച ചെയ്ത 2 കാറ്റഗറി ഓഫ് ഫ്രോഡ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഒരു അനർഹനായ ഒരാൾ വ്യാജരേഖ, അതായത് ഈ വ്യാജ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ ദൃഷ്ടിയിൽ ഇത് വ്യാജരേഖയാണ്. ഒരു ഇല്ലീഗൽ ക്ലെയിം സഹായിക്കുന്ന ഒരു രേഖ, അതാണ് നമ്മളെ പീനൽ ലോ അനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റം. അപ്പോൾ അങ്ങനെ നേടുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. അങ്ങനെ നേടിക്കഴിഞ്ഞിട്ട് അയാൾ എലിജിബിൾ അല്ലാത്തൊരു ഘട്ടം വന്നിട്ടും അത് തുടർന്ന് വാങ്ങുക. ഇങ്ങനെ പുറത്തുള്ള ഒരാൾക്ക് ഇങ്ങനെ നിയമവിരുദ്ധമായ രീതിയിൽ ഒരു വ്യാജരേഖ ഉപയോഗിച്ച് പെൻഷൻ വാങ്ങാൻ സാധിക്കണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഇത് അസാധ്യമാണ്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ടാർഗറ്റ് ചെയ്യുന്നതല്ല. ഈ ഫ്രോഡ് സാധ്യമാവണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് അതിൽ ഇൻഡിസ്പെൻസിബിൾ ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഒരൊറ്റ കുട്ടിക്ക് 1 രൂപ അനർഹനായ ഒരാൾക്ക് വാങ്ങാൻ കഴിയില്ല. അപ്പോ ഇതിന്റെ നോംസ് തെറ്റാണ്. അതൊന്നും ഇവിടെ ഒരു സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ടേ അല്ല. നിലവിലുള്ള നിയമം അതാണ് നമ്മളെ പ്രശ്നം. നിയമപരിഷ്കാരം സംഘടനകളെല്ലാം ആവശ്യപ്പെടട്ടെ, സർക്കാർ അന്നേരം കാലാനുസൃതമായി മാറ്റട്ടെ. ഇവിടെ സർക്കാർ ഈ CAG പറഞ്ഞിരിക്കുന്ന ഫ്രോഡ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല, അനർഹരായ ആളുകളെയും ഈ പെൻഷൻ കൈപ്പറ്റിയ അനർഹരായ ആളുകളെയും ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഫ്രോഡ്സ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈ കഴുകാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ക്രിമിനൽ കോംപ്ലിസിറ്റി ഇൻവോൾവ്മെന്റ് അതിലില്ലായിരുന്നുവെങ്കിൽ ഒരു കുട്ടിക്ക് പോലും 1 രൂപ ഒരു അനർഹനും വാങ്ങാൻ കഴിയില്ല. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥനെ ടാർഗറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നേയില്ല.
സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ DA കുടിശ്ശിക അതൊന്നും ഇവിടെ ഒരു സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഡിസ്കഷനേ അല്ല. അത് അർഹമായതാണ്, സർക്കാർ കൊടുക്കണം. സർക്കാരിന്റെ സാമ്പത്തിക പ്രശ്നം പോലും കിട്ടാത്തത് കൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾ അല്ലെങ്കിൽ സസ്പെക്റ്റ് ആയ ഒരാൾ അയാളുടെ ഡിഫൻസിന് ഈ DA കുടിശ്ശിക ബാക്കി വെച്ചതൊന്നും ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഈ സംഭവത്തിൽ ഈ സർക്കാരിന് CAG പറഞ്ഞിരിക്കുന്ന 50 കോടി 49 ചില്ലാണ് 50 കോടി രൂപ കുറഞ്ഞ കാലയളവിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് 10,000-ഓളം ഫ്രോഡ്സ്റ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ 10,000 ഫ്രോഡ്സ്റ്റേഴ്സിൽ ഒരു വലിയ ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ ഒരു റോളും എടുത്തിട്ടില്ല എങ്കിൽ ഐ ആം ഷുവർ 1 രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അനർഹർ തട്ടിയെടുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഓർഗനൈസ്ഡ് വൈറ്റ് കോളർ ഫ്രോഡാണ്. അത് സർക്കാരിന്റെ പണമാണ്, സാധാരണക്കാരന് കിട്ടേണ്ട അവരെ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഓർഗനൈസ്ഡ് ക്രൈം തന്നെയാണ്. അത് ഇപ്പോൾ പറയുന്ന 1458 കോട്ടക്കൽ നഗരസഭയിലെ 38 ഒതുങ്ങില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ CAG പറഞ്ഞ കണക്കിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സംശയമില്ലോ ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ? ടി അസഫ് അലി സാർ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരെ? പക്ഷേ സർക്കാർ ജീവനക്കാരെ മാത്രം തലയിൽ കൊണ്ടുവച്ച് ഇത് കഴുകി കളയരുത്. സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. സർക്കാർ ജീവനക്കാരെ മാത്രം കുറ്റം കൊണ്ടല്ലേ സംഭവിച്ചത്. ക്ഷേമകാര്യ കമ്മിറ്റിക്ക് ഇതുണ്ട്. കഴിഞ്ഞിട്ട് അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക്, ക്ഷേമകാര്യ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പരിശോധിക്കുന്നുണ്ട്. ശരിയാണ്. അവർ പരിശോധിക്കുന്ന സമിതി, ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ഭരണസമിതി പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഈ അടുത്ത മാസം മുതൽ ഈ ലിസ്റ്റ് മൊത്തം പബ്ലിഷ് ചെയ്യട്ടെ, നാട്ടുകാർ മൊത്തം കാണട്ടെ, ആർക്കെ വാങ്ങുന്ന അറിയട്ടെ. ശരി, മുഹമ്മദ് താങ്കളുടെ നിലപാട്, താങ്കളുടെ സംഘടനയുടെ നിലപാട് കൂടി ഈ അസഫ് അലി സാർ പറഞ്ഞതിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? അല്ല, വിയോജിപ്പ് ഞാൻ DAയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെടുത്തിയല്ല പറഞ്ഞത്. ഇതിവിടെ അഴിമതി നടത്തുന്നതിന് DA തരാത്തതോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ നൽകാത്തതിന്റെ പേരിൽ ആരെങ്കിലും അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണം എന്നുള്ളതല്ല സംഘടനയുടെ നിലപാട്. ഞാൻ പറഞ്ഞത് അത്തരമൊരു സാഹചര്യം കേരളത്തിലെ ജീവനക്കാരുടെ മേൽ നിലവിലുണ്ട്. സാമ്പത്തികമായി വളരെ തകർന്നൊരവസ്ഥയിൽ ജീവനക്കാർ നിൽക്കുമ്പോൾ അവർ കൂടുതൽ ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പിന്മാറുവാൻ ഗവൺമെന്റ് സ്വീകരിച്ച ഒരു കുറുക്കുവഴിയാണോ ഇത്? ശരി, അതായത് സർക്കാർ ജീവനക്കാരെ ഡിഫൻസീവിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു ശ്രമം എന്ന് വരട്ടെ ശ്രീ മുഹമ്മദ്, ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ. കാരണം ഇതിൽ ക്ഷേമ പെൻഷനുകളിൽ കൈയിട്ട് വാരുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CAG തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ സർക്കാർ ഒരു നടപടിയും എടുത്തില്ല. ഇപ്പോൾ സർക്കാരിന് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ സർക്കാർ ജീവനക്കാർ മാത്രമല്ല ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങിയിട്ടുള്ളത് അനധികൃതമായിട്ട്, മറ്റ് ഈ ഉയർന്ന വരുമാനമുള്ളവരും വാങ്ങിയിട്ടുണ്ട്. അതാണ് കോട്ടക്കലിൽ നിന്ന് വരുന്നത്. അത് മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അത്തരം പരിശോധനകൾ നടത്തട്ടെ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ഉത്തരവാദിയോ? അതേ എന്ന് 89% പ്രേക്ഷകർ, അല്ല എന്ന് 9% മാത്രം. 2 പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.